കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ അതിർത്തി നാടുകളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലക്സ് യുദ്ധം. വഴിക്കടവ് മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഒരാഴ്ചയായി ഫ്ലക്സ് യുദ്ധം ആരംഭിച്ചത്. അർജന്റീന ആരാധകർ 350 അടി നീളമുള്ള ഫ്ലക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ബ്രസീൽ ആരാധകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ സടകുടഞ്ഞെണീറ്റ ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലക്സ് 5 ദിവസം കൊണ്ട് റോഡരികിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ തങ്ങൾ സ്ഥാപിക്കാനിരുന്ന 350 അടി ഫ്ലക്സ് അർജന്റീനക്കാർ 602 അടിയാക്കി സ്ഥാപിച്ചു. ഈ തീരുമാനം ബ്രസീൽ ആരാധകരെ ഫ്ലക്സിന്റെ നീളം കൂട്ടാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ തങ്ങൾ 900 അടി നീളമുള്ള ഫ്ലക്സ് വെക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ പറയുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ രണ്ടാഴ്ചയായി തുടരുന്ന ഫ്ലക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. മുണ്ട ജാസ് ക്ലബ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളുമാണ് ഇരു ടീമുകളുടെയും ആരാധകർ. ഫ്ലക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗം ആരാധകർക്കും ചെലവ് വന്നിട്ടുണ്ട്. ആരാധകരായ പ്രവാസി സുഹൃത്തുക്കളുടെ അകമൊഴിഞ്ഞ സഹായം ഇരുകൂട്ടർക്കുമുണ്ട്. മുണ്ട അങ്ങാടി മുതൽ പാലാട് വരെയുള്ള KNG റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇവർ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഫ്ലക്സ് ബോർഡ് കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ സ്ഥാപിച്ച ഫ്ലക്സിൽ പെലെ അടക്കമുള്ള ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളും ലോകകപ്പ് നേടിയ ചിത്രങ്ങളും കപ്പുകളും ഫ്ലക്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ത്യൻ ടീമും ഒരിക്കൽ വരുമെന്ന പ്രത്യാശയോടെ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കാർ അപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെ ചിത്രം കണ്ണീരോർമ്മയായി ബ്രസീലുകാർ ചേർത്തിട്ടുമുണ്ട്. ഇത്രയ്ക്ക് ആരാധകരില്ലെങ്കിലും പോർച്ചുഗലിനും മുണ്ടയിൽ ഫ്ലക്സ് ഉയർന്നിട്ടുണ്ട്. ലോക റെക്കോർഡാണ് തങ്ങളുടെ ഫ്ലക്സുകളെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നു. എതിർ ടീമുകളുടെ ആരാധകരാണെങ്കിലും ജാസ് ക്ലബിൽ തയ്യാറാക്കുന്ന പ്രൊജക്ടറിൽ ഒരുമിച്ചിരുന്നാണ് ഇരുകൂട്ടരും ലോകകപ്പ് കാണുക. ഇന്ന് രാത്രി ലോക ഫുട്ബോൾ മാമാങ്കം ആരംഭിക്കും. മുണ്ടയിൽ ഫ്ലക്സ് ഉയർത്തി ഇരു ടീമുകളുടെയും ആരാധകർ ആവേശത്തിലാണ്. എല്ലാ ടീമുകളും ഒരുമയോടെ തങ്ങളുടെ ടീമുകളുടെ കളി കാണാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഫ്ലക്സ് ആണ് വെച്ചിട്ടുള്ളത്. നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും 160 ഫീറ്റ് ഉള്ളൂ. ഇത് 600+ ആണ് വരുന്നത്. മുണ്ടയിലെ അർജന്റീന ആരാധകരാണ് ഇത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 ദിവസമായി ഇതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 2 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. ഇത് ഞങ്ങൾ ലോക ശ്രദ്ധ നേടിപ്പിക്കും. ഏകദേശം 10 ദിവസമായി ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ 150 പേര് ഇതിനൊരു വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെ ഒരു 350 ഉദ്ദേശിച്ചത്. അപ്പം അത് ചെറിയൊരു വാഷിൻ്റെ പേരിൽ ഞങ്ങളിത് 600 സംതിങ് ആക്കി. പിന്നെ ഇതിൽ ചിലവ് ഏകദേശം 2 ലക്ഷം രൂപ ഉണ്ട്. ഏകദേശം ഇതിൽ ഒരു ഫ്രെയിമിന് തന്നെ മൊത്തത്തിൽ 100 ചില്ല പൈപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഞാനതിന് വർക്കറാണ് അതുകൊണ്ട് പറയുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഉറങ്ങാണ്. ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായത് മാറുന്നതിൽ ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ബ്രസീലുകാർ ഇതിലാണ് പൊക്കാണെങ്കിൽ അതിന് മുകളിൽ ഞങ്ങൾ ഇനിയും നീട്ടാൻ നോക്കും. ഇതൊരു മ്യൂസിയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഞങ്ങൾ. ഫ്ലെക്സ് ഇവിടെ തൂക്കിക്കണമെങ്കിൽ ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾ തന്നെ തൂക്കും. തുടർച്ചയായിട്ട് കപ്പ് തൂക്കുന്ന ടീമായിട്ട് തന്നെ അർജന്റീന മാറും. അതിനുള്ള സ്ക്വാഡ് ഞങ്ങൾക്ക് ഉണ്ട് ഇപ്രാവശ്യം. ഞങ്ങളെ ഏഞ്ചൽ മാത്രമേ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അതിന് പകരം ഞങ്ങൾക്ക് 2-3 ഏഞ്ചലുകൾ പുതിയത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിക്കോപാസ് ആയാലും അൽമഡ ആയാലും നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് കളിക്കാർ. അപ്പോൾ ഞങ്ങൾ നല്ല പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷ മാത്രമല്ല, ഞങ്ങളെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് സ്കാലോണിയും കൂട്ടരും ഞങ്ങൾക്ക് ഇന്നലെയും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല കളികൾ കാഴ്ചവെക്കുന്നുണ്ട്. അതെ അതെന്താ വെച്ചാൽ ഇത്രയും കാലം ഫുട്ബോളിന്റെ മലപ്പുറം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അത് നേരെ മാറിയിട്ട് മുണ്ട ബ്രാക്കറ്റിൽ മലപ്പുറം എന്ന് വരാനുള്ളൊരു അവസ്ഥയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ ചാനൽ വഴിക്കടവ്. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബെയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യും. Bayman, making it easy. Valanjeri, phone 9526 001 003.